Hello friends. So ബാർക്കിലെ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നത് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. ബാബ അറ്റോമിക് റിസർച്ച് സെന്ററിലേക്ക് ഒരു 1 year ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് കെമിസ്ട്രി ഗ്രാജുവേറ്റ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജിയിലേക്കാണ് ഹയറിംഗ് നടക്കുന്നത്. സോ ബാർക്കാണ് ഓർഗനൈസ് ചെയ്യുന്നതും ട്രെയിനിങ് ഒക്കെ നടത്തുന്നതും ബാർക്കാണ്. സോ അതിന്റെ കുറച്ച് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. സോ അതിലേക്ക് പോകാം, ഡീറ്റെയിൽ ആയി പറയാം. ആൻഡ് പ്രോഗ്രാമിന്റെ നെയിം OCES എന്നാണ് 2026. അതായത് 1 year ഓറിയന്റേഷൻ കോഴ്സ് ഫോർ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് ആൻഡ് സയൻസ് പോസ്റ്റ് ഗ്രാജുവേറ്റ്സ്. അതായത് MSc കെമിസ്ട്രി കഴിഞ്ഞിട്ടുള്ളവർക്ക് ഈ 1 year ഓറിയന്റേഷൻ കോഴ്സിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ അതിന്റെ കെമിസ്ട്രി ഡിസിപ്ലിന്റെ കോഡ് CY42 ആണ്. സോ നമ്മൾ അതിലേക്ക് വേണം നമ്മളെ കെമിസ്ട്രി കഴിഞ്ഞിട്ടുള്ളവർ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. 1 year ഓറിയന്റേഷൻ കോഴ്സാണ് കെമിസ്ട്രി കഴിഞ്ഞിട്ടുള്ളവർ. പിന്നെ ഒരു 2 year കോഴ്സും കൂടെ ഉണ്ട്, അത് എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടുള്ളവർക്കാണ്. സോ പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് ഈ 1 year ഓറിയന്റേഷൻ കോഴ്സിലേക്ക് അപ്ലൈ ചെയ്യുക. ആൻഡ് ട്രെയിനിങ് സ്കൂൾ അല്ലെങ്കിൽ ലൊക്കേഷനൊക്കെ മുംബൈയിലാണ്. ബാർക്കിലായിരിക്കും ട്രെയിനിങ് നടക്കുന്നത്. കെമിസ്ട്രി, അതായത് പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് കഴിഞ്ഞവർക്ക്, കെമിസ്ട്രി കഴിഞ്ഞവർക്ക് ഉള്ള 1 year കോഴ്സിന്റെ ഓറിയന്റേഷനും ക്ലാസ്സുകളും ഒക്കെ നടത്തുന്നത് മുംബൈ ബാർക്കിലായിരിക്കും നടക്കുന്നത്. ആൻഡ് എലിജിബിലിറ്റിയും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഡിഗ്രി, അതായത് MSc കെമിസ്ട്രി അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് MSc കെമിസ്ട്രി ഉള്ളവർക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് നമ്മൾ കെമിസ്ട്രി തന്നെ ആയിരിക്കണം നമ്മുടെ സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. ആൻഡ് നമുക്കൊരു മിനിമം മാർക്ക് വേണം. MSc കെമിസ്ട്രിയിൽ 60% മാർക്കും, അതുപോലെ തന്നെ BScയിൽ 60% മാർക്കും വേണം. ഈ BScയുടെ കാര്യം പറയുന്നത് ഇന്റഗ്രേറ്റഡ് അല്ലാത്ത, അതായത് MSc കെമിസ്ട്രി ഇന്റഗ്രേറ്റഡ് ചെയ്യാത്ത ആൾക്കാർക്കാണ് ഈ BSc 60% വേണമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ കുറച്ച് സബ്ജക്റ്റ് റിക്വയർമെന്റ്സ് ഉണ്ട്. അതായത് ഫിസിക്സ് നമ്മൾ BSc വരെ പഠിച്ചിരിക്കണം, സബ്സിഡിയറി ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ പഠിച്ചിരിക്കണം. അത് ഇന്റഗ്രേറ്റഡ് കോഴ്സുകളാണെങ്കിൽ അങ്ങനെ. ഇനി മാത്സ് നമ്മൾ +2 വരെയെങ്കിലും പഠിച്ചിരിക്കണം. സോ അത് ഒക്കെ മാൻഡേറ്ററി ആയിട്ട് നോക്കേണ്ടതാണ്. അതൊക്കെ എലിജിബിലിറ്റിയിൽ വരുന്നതാണ്. സോ അതൊക്കെ ചെക്ക് ചെയ്യുക അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ്. നിങ്ങൾ അതൊക്കെ എലിജിബിലിറ്റി കൃത്യമായിട്ട് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്യുക. ആൻഡ് നമുക്ക് ഗേറ്റിന്റെ സ്കോർ വേണമെങ്കിൽ വെച്ച് അപ്ലൈ ചെയ്യാവുന്നതാണ്. നമ്മൾ ആദ്യം സ്ക്രീനിങ് ടൈപ്പ് എന്ന് പറയുന്നത് 2 ടൈപ്പ് ഉണ്ട്. ഒന്നെങ്കിൽ നമുക്ക് ഓൺലൈൻ എക്സാം എഴുതാം, അല്ലെങ്കിൽ നമ്മൾ ഗേറ്റിന്റെ സ്കോർ വെച്ചിട്ട് നമ്മൾ അപ്ലൈ ചെയ്യാം. അതായത് വാലിഡ് ആയിട്ടുള്ള 2024 25 26 ഗേറ്റിന്റെ വാലിഡ് ആയിട്ടുള്ള സ്കോർ ഉണ്ടെങ്കിൽ ആ സ്കോർ വെച്ചിട്ട് നമ്മൾ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി ചില കോഴ്സുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതായത് ഇപ്പോൾ മാസ്റ്റേഴ്സ് ഇൻ നാനോ സയൻസ്, നാനോ ടെക്നോളജി ഇൻ കെമിസ്ട്രി, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി, അപ്ലൈഡ് കെമിസ്ട്രി അങ്ങനെയുള്ള കോഴ്സുകൾ എടുത്തവർക്ക്, അതായത് MScയിൽ നമുക്ക് സ്പെഷ്യലൈസേഷൻ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, അവർ എലിജിബിൾ അല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതല്ലാണ്ട് കുറച്ച് കോഴ്സുകളും ഉണ്ട്. അപ്പൊ അതൊക്കെ PDF നോക്കിയിട്ട് നിങ്ങളത് നോക്കിയിട്ട് വേണം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് അതിന്റെ സെലക്ഷൻ പ്രൊസീജിയർ പ്രോസസ്സ് ഞാൻ പറഞ്ഞു. 2 സ്ക്രീനിങ് ചാനൽസ് ആണുള്ളത്. ഒന്ന് ഓൺലൈൻ സ്ക്രീനിങ് ഉണ്ട്, അതായത് നമ്മൾ എക്സാം എഴുതുക. സോ 50ഓളം സിറ്റീസ് ഉണ്ട് ഇന്ത്യയിൽ. അവിടെ എവിടെ വേണമെങ്കിലും നമുക്ക് എക്സാം കിട്ടാവുന്നതാണ്. നമുക്ക് രജിസ്റ്റർ ചെയ്യാം, അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഗേറ്റിന്റെ സ്കോർ വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. സോ കെമിസ്ട്രി പേപ്പറിൽ ഗേറ്റിന്റെ സ്കോർ വെച്ചും നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ നമ്മൾ എക്സാമിന് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഗേറ്റിന്റെ സ്കോർ വെച്ചിട്ട് നമ്മളെ അടുത്തത് ഇന്റർവ്യൂവിലേക്ക് വിളിക്കുന്നതായിരിക്കും. സോ ഇന്റർവ്യൂ ലൊക്കേഷൻ മുംബൈയിലായിരിക്കും. ഫോർ കെമിസ്ട്രി ഡിസിപ്ലിൻ ആയിട്ടുള്ളവർക്ക് മുംബൈയിലായിരിക്കും ഇന്റർവ്യൂ. അല്ലാത്തവർക്ക് ഉള്ള ഇത് നോക്കുന്നുണ്ട്. ഇപ്പം ജിയോളജി അല്ലെങ്കിൽ ജിയോ ഫിസിക്സ് ആയവർക്ക് ഹൈദരാബാദിലായിരിക്കും. സോ കെമിസ്ട്രി ആസ്പിറൻസ് നോക്കേണ്ടത് മുംബൈയിലാണ് ഇന്റർവ്യൂ. അപ്പൊ ഇന്റർവ്യൂവിന് പോകാനുള്ള ചാർജും കാര്യങ്ങളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ട്രെയിനിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് അലവൻസ് കിട്ടുന്നതാണ്. ആൻഡ് ഇതിന്റെ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പോർഷൻ എന്താന്ന് വെച്ചാൽ ഇതിന്റെ സ്റ്റൈപ്പൻഡും കാര്യങ്ങളൊക്കെയാണ്. സോ നമ്മൾ 1 year ട്രെയിനിങ് പ്രോഗ്രാമിന്റെ സമയത്ത് നമുക്ക് 74K വരെ നമുക്ക് സ്റ്റൈഫൻഡ് കിട്ടും. 74K ആണ് നമ്മുടെ സ്റ്റൈഫൻഡ് എന്ന് പറയുന്നത്. ആൻഡ് നമുക്ക് ബുക്കിന് അലോവൻസ് ഉണ്ട്. അതായത് നമുക്ക് ബുക്കും കാര്യങ്ങളൊക്കെ മേടിക്കാനുള്ളത് 30K നമുക്ക് അതും കിട്ടും. പിന്നെ നമ്മൾ പഠിക്കുമ്പോൾ അവിടെ തന്നെ നിന്ന് വേണം, ക്യാമ്പസിന്റെ ഹോസ്റ്റലിൽ തന്നെ വേണം നമ്മൾ നിന്ന് പഠിക്കാൻ വേണ്ടിയിട്ട്. അത് വളരെ മാൻഡേറ്ററി ആണ്.
ഇനി അടുത്ത കാര്യം, നമ്മൾ ഈ ട്രെയിനിങ് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് നമ്മുടെ അപ്പോയിന്റ്മെന്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ള ഡൗട്ട് നിങ്ങൾക്ക് വരാം. അപ്പോൾ നമ്മുടെ ഡെസിഗ്നേഷൻ എന്ന് പറയുന്നതിന് സയന്റിഫിക് ഓഫീസർ എന്നായിരിക്കും. ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാം കഴിയുമ്പോഴത്തേക്കും ഗ്രൂപ്പ് എ വരുന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിലെ സയന്റിഫിക് ഓഫീസർ എന്നുള്ള ഡെസിഗ്നേഷൻ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. സോ പേ സ്കെയിൽ, അതായത് നമ്മുടെ സ്റ്റാർട്ടിംഗ് സാലറി തന്നെ ബേസിക് പേ എന്ന് പറയുന്നതിന് 56K അടുത്താണ് വരുന്നത്, അതിൽ കൂടുതലാണ്. സോ അതൊക്കെയാണ് ഇതിവിടെ അട്രാക്റ്റീവ് ആയിട്ട് വരുന്ന ഒരു കാര്യം. അതുപോലെ മന്ത്ലി നമ്മുടെ അലോവൻസ് എല്ലാം കൂടെ കൂട്ടി നമുക്ക് എന്താണ് 1 lakhിനോട് അടുത്ത് എന്താണ് ഒരു തുക കിട്ടും. സോ അതുപോലെ നമ്മളിവിടെ എന്താണ് ബോണ്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അറ്റ്ലീസ്റ്റ് 3 years എന്താണ് ആഫ്റ്റർ ട്രെയിനിങ് കഴിഞ്ഞിട്ട് എന്താണ് നമുക്കൊരു ബോണ്ടും കാര്യങ്ങളും ഒക്കെ വേണ്ടി വരും. അപ്പൊ അതൊക്കെ ഒന്ന് എന്താണ് നമ്മൾ ചെക്ക് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക, അതിനുശേഷം അപ്ലൈ ചെയ്യുക. ആൻഡ് ഏജ് ലിമിറ്റ്, നമ്മൾ ഏതൊരു എക്സാമിന് പോകുമ്പോഴും ഏജ് ലിമിറ്റ് കാര്യങ്ങളൊക്കെ നോക്കുക. അതായത് ജനറൽ കാറ്റഗറിക്ക് ആണെങ്കിൽ 26 ആയിരിക്കും. പിന്നെ ഏജ് റിലാക്സേഷൻ ഉണ്ട് OBC SC/ST കാറ്റഗറിക്ക്. പിന്നെ PWD ആണെങ്കിൽ ഡിസബിലിറ്റി 40%-നേക്കാൾ കൂടുതലാണെങ്കിൽ ഏജ് റിലാക്സേഷൻ ആപ്ലിക്കബിൾ ആണ്. അതുപോലെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്, ഇനി ഇതും നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഒരു കാര്യമാണ്. ഡേറ്റ്സും കാര്യങ്ങളും, അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ്, എന്നാണ് തുടങ്ങിയത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. സോ 22 December 2025 നമ്മളെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിരിക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് 21 January 2026 ആണ്. സോ അത് പ്രത്യേകം എന്താണ് നോട്ട് ചെയ്യേണ്ടതാണ്. ആൻഡ് ഓൺലൈൻ എക്സാം ഞങ്ങൾ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. ഇനി പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് August 2026 ആൻഡ് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്, നമ്മൾ എക്സാം ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടത് May or June എന്നുള്ള രീതിയിലായിരിക്കും. സോ എക്സാം അതിന് മുമ്പുണ്ടായിരിക്കും. മാർച്ചിലായിരിക്കും എക്സാം നടക്കുന്നത്. ഇനി ആപ്ലിക്കേഷൻ ഫീ ഫോർ ജനറൽ OBC മെയിൽ കാൻഡിഡേറ്റ്സിനാണെങ്കിൽ 500 rupees ആണ്. അതുപോലെ തന്നെ വുമൺ SC/ST ട്രാൻസ്ജെൻഡർ PWD അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെന്റ് അങ്ങനെയുള്ള കാറ്റഗറിക്കൊക്കെ എന്താണ് ഫീ ഇല്ല. ആൻഡ് സോ ഫൈനൽ ഇയർ സ്റ്റുഡൻസിന് MSc ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഫൈനൽ ഇയർ സ്റ്റുഡൻസിനും ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ അവരുടെ ഫൈനൽ മാർക്ക് ഷീറ്റും 31 December 2026 സബ്മിറ്റ് ചെയ്തതാണ്. അതോടൊപ്പം തന്നെ 31 July 2026 മുമ്പായിട്ട് അവരുടെ അക്കാഡമിക് ആയിട്ടുള്ള എല്ലാ റിക്വയർമെന്റ്സും കംപ്ലീറ്റ് ചെയ്തു എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് വേണം. ഫോർ എക്സാമ്പിൾ നമ്മുടെ വൈവ അല്ലെങ്കിൽ പ്രൊജക്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് നമ്മുടെ എക്സാമും കാര്യങ്ങളും ഒക്കെ എന്താണ് എല്ലാ അക്കാഡമിക് റിക്വയർമെന്റ്സും കംപ്ലീറ്റ് ചെയ്യും എന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് നമ്മൾ എന്താണ് ജോയിനിങ്ങിന്റെ ഡേറ്റിൽ നമ്മൾ എന്താണ് കൊടുക്കേണ്ടതാണ്. സോ നിങ്ങൾക്കും അപ്പോൾ എന്താണ് ഫൈനൽ ഇയർ സ്റ്റുഡൻസും എന്താണ് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ അവസരവും എന്താണ് ഒന്നും മിസ്സാവുന്നില്ല. സോ ഇത്രയും കാര്യങ്ങളാണ് പറയുന്ന ആപ്ലിക്കേഷനുള്ളത്. ആപ്ലിക്കേഷന്റെ എലിജിബിലിറ്റിയും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ കൃത്യമായി ശ്രദ്ധിച്ചിട്ട് വേണം എന്താണ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇനി അതിന്റെ റിക്വയർമെന്റ്സും കാര്യങ്ങളൊക്കെ എന്താ, നമുക്കൊരു ഫോട്ടോ വേണം, വാലിഡ് ആയിട്ടുള്ള ഒരു ഇമെയിൽ അഡ്രസ്സ് വേണം, അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ എന്താണ് നിങ്ങൾ നോക്കി കറക്റ്റായി തന്നെ എല്ലാവരും അപ്ലൈ ചെയ്യുക. സോ ഇതൊരു നല്ലൊരു അവസരമാണ്. നല്ലൊരു സ്റ്റൈഫനോട് കൂടി നിങ്ങൾക്ക് എന്താണ് ഒരു ട്രെയിനിങ് കഴിഞ്ഞ് 1 year ട്രെയിനിങ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താ ഒരു പെർമനന്റ് ആയിട്ടുള്ള ഹൈ സാലറിയിലുള്ള ഒരു ഗവൺമെന്റ് ജോബാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. സോ എല്ലാവരും എന്താണ് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ അപ്ലൈ ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ. താങ്ക് യു.